കടല് നോക്കി പോകി പോണ ദൈവമേ. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചരിത്രത്തിൽ നിങ്ങളിലോട്ട് കൊമ്പം കാണിച്ചു കേട്ടോ. വീഡിയോ കാണുന്ന കൂട്ടരായെന്നാൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും അതുപോലെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് ആഴക്കടലിലോട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 15, 20, 30 ദിവസം വരെ ഈ ഒരു ബോട്ട് കടലിൽ കിടക്കും. അങ്ങനെ നമ്മളിത് യാത്ര ആരംഭിച്ചപ്പോൾ തൂത്തുക്കുടി എന്ന സ്ഥലത്തായപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കപ്പലുകൾ എടുക്കണതും അതുപോലെ തന്നെ അവിടുത്തെ പവർ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ പിടിക്കണത്. ഈ ഒരു മീൻപിടുത്തത്തിന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അറിയണ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലോട്ട് പറയാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും കമൻറ്റ് ചെയ്ത് പറയാം. പോണ വഴി തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. എല്ലാവരും കാലത്തെ ഫുഡ് കഴിക്കേണ്ട. അപ്പം കാലത്ത് തന്നെ ഇവരുടെ ഒരു പ്രത്യേകം ഒരു അരിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അരിയല്ല, ചെറിയൊരു കുഞ്ഞു അരി, നല്ല കാറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ കോഴിക്കറിയൊക്കെയാണ് കൂട്ടി നമ്മൾ കഴിക്കാൻ പോകണേട്ടാ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ച് നേരെ ഓടാനുണ്ട്. ഏകദേശം 8-9 മണിക്കൂറോളം ഉള്ളിലോട്ട് ആഴക്കടലിലോട്ട് ഓടിയിട്ട് വേണം നമ്മൾ വലയും കാര്യങ്ങളൊക്കെ ഇടാൻ. വല ഇടുമ്പോൾ വലിയ മീനുകൾ നിങ്ങൾ ഹൈലൈറ്റ് കണ്ട പോലെ ഓലക്കൊടിയൻ, നെയ്മീൻ, അങ്ങനെ വലിയ മീനൊക്കെയാണ് ഇവരുടെ വലയിൽ മെയിനായിട്ട് കിട്ടുന്നത്. തെരണ്ടി, സ്രാവ്. അങ്ങനെ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്രാങ് കേട്ടോ. പുള്ളിക്കാരനാണ് ഈ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ ഇതൊരു പഴയകാല ബോട്ടാണ്, മര ബോട്ടാണ്, ഇരുമ്പ് ബോട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ബോട്ട് വളരെ പയ്യാണ് പോണത്. പയ്യെ ഇങ്ങനെ പോകുള്ളൂ. പിന്നെ കന്യാകുമാരി കടലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കടൽ പോലെയല്ല, ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബോട്ടിൻ്റെ അടുക്കള. അതുപോലെ തന്നെ ഒരു ശംഖ് പണിക്ക് പോണ ബോട്ടുകളാണ് ഇത്. കന്യാകുമാരി ശംഖൊക്കെ എടുക്കുന്ന ബോട്ടുകളാണ് കാണുന്നത്. അതൊക്കെ തന്നെ അങ്ങാടും മറിഞ്ഞ് കളിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ കിടക്കണ സ്ഥലമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കിടക്കണ സ്ഥലം. ബെഡ് ഇട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ തെറിച്ച് അങ്ങാടും പോവാണ്ടിരിക്കണം. കാരണം ഭയങ്കര കടലാണ്. അതുകൊണ്ട് ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു കടൽ കണ്ട അങ്ങാടും ഇങ്ങാടൊക്കെ ഇട്ട് പൊക്കിയിട്ട് ബോട്ടിനെ അടിക്കണം. ഇവിടുത്തെ കടലിലെ പ്രത്യേകത തന്നെ ഇതാണ്. നമ്മുടെ കടൽ പോലത്തെ കടലല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ ആങ്കർ ചെയ്യണ സംഭവം കണ്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചേക്കണത് ബോട്ടിൽ നങ്കൂരമൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അതെ, ഈ ഒരു സംഭവം കണ്ട, ഇതാണ് പാരച്യൂട്ട് എന്ന് പറയും. അതായത് നമ്മൾ മുകളിലൊക്കെ പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരച്യൂട്ട് ഇല്ലേ, അതേ സെയിം സംഭവം തന്നെ കടലിൽ ഇട്ട് വെക്കും. അങ്ങനെ ഏകദേശം നമ്മൾ കുറേ നേരം ഓടി അങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നമ്മൾ ആങ്കർ ചെയ്യണതിന് പകരം പാരച്യൂട്ട് ഇട്ട് കിടക്കും. അപ്പോൾ പാരച്യൂട്ട് ഇടാൻ വേണ്ടി ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു പാരച്യൂട്ട് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ റോപ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പിണഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇതൊരു പുതിയതാണ് അവരുടെ. അതിന് മുന്നേ ഉണ്ടായത് കംപ്ലൈൻ്റ് ആയി പോയിട്ട് ഇപ്പോൾ പുതിയത് അവർ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് വേഗം സെറ്റ് ചെയ്തിനി അത് നേരെ കടലിലോട്ട് ഇറക്കാൻ പോണ ഒരു കാഴ്ച നിങ്ങൾ നോക്കിയോട്ടെ. അതിലാണ് ഈ ബോട്ട് നങ്കൂർ ഇടുന്നതിന് പകരം ഇവർ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലൊക്കെ പാരച്യൂട്ട് ഇടുള്ളൂ. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം അത്രത്തോളം ആഴക്കടലിലോട്ടൊക്കെ പോകും. 10, 40 മാറൊന്നും അല്ല, 50, 60, 100, 200, 300, 400 അങ്ങനെ കണക്കില്ലാത്ത അത്രയും ആഴക്കടലിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് അവർ നങ്കൂരത്തിന് പകരം ചെയ്യണേ കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് വെള്ളത്തിലോട്ട് ഇടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നത്. കടലിലോട്ട് ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മൊത്തമായിട്ട് പാരച്യൂട്ട് വിരിയണ പോലെ അങ്ങോട്ട് വിരിഞ്ഞ് നിൽക്കുമെന്നാണ് ഇവർ പറയണത്. ഏകദേശം സംഭവം ശരിയാണ്ട. മൊത്തമായിട്ട് കണ്ട എല്ലാ സൈഡും അങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഈ ഒരു സംഭവം നമ്മുടെ ബോട്ടിനെ താങ്ങി നിർത്തും എന്നാണ് ആ സ്രാങ് എന്നോട് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടെ കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടില്ല. വീഡിയോ കാണുന്ന കൂട്ടുകാർ എന്തായാലും വീഡിയോയുടെ അവസാനം വരെ കാണാം. ഒരു അടിപൊളി
കിടിലൻ മീൻ പിടുത്തമൊക്കെയാണ് ഞാനിന്ന് നിങ്ങളിലോട്ട് കാണിച്ചു തന്നെ കേട്ടാ. അങ്ങനെ നമ്മൾ ആങ്കർ അഥവാ പാരച്ചൂട്ടിൽ കിടക്കണി. ഇതിന് ശേഷം ആ പാരച്ചൂട്ട് പയ്യെ നമ്മൾ പൊക്കിയെടുക്കണം. നമ്മൾ വലയിടാൻ സമയമായി, വൈകുന്നേരം സമയവുമാണ് ഈ വലയിടണം. ഏകദേശം വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ വലയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും തീരും. 7-8 മണിയൊക്കെ പിടിക്കും, ചില സമയത്ത് തീരും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊക്കണത് ഒരു 3-4-6-8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓരോ രീതിയിലാണ് അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ വലയും കാര്യങ്ങളൊക്കെ പൊക്കണത്. അങ്ങനെ നമ്മുടെ പാരച്ചൂട്ട് എത്തി, അതെല്ലാം കൂടി മൊത്തമായിട്ട് കയറ്റി ഇതുപോലെ തന്നെയാണ് വലയും കാര്യങ്ങളൊക്കെ കയറ്റണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീൽ ഹൗസും, അതുപോലെ തന്നെ വീൽ ഹൗസിൽ തന്നെ സ്റ്റിയറിംഗ് കണ്ടില്ല, നമ്മുടെ ബോട്ടിലെ സ്റ്റിയറിംഗ് പോലെയല്ല, മറ്റേ കാറിൻ്റെയൊക്കെ ലോറിയുടെയൊക്കെ തിരിക്കണ പോലത്തെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണത്. നല്ല കടലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര കാറ്റും കടലായി പൊക്കിയിട്ട് അടിക്കേണ്ട ബോട്ടിനാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ വല. ഏകദേശം ഒരു 6 ടൺ വലയുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒട്ടക്ക നിറച്ച് വല കിടക്കണം. അങ്ങനെ പയ്യെ പയ്യെ വിട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ഒട്ടക്ക് വലയൊക്കെ വിടൂലേ, അതുപോലെ തന്നെയാണ് സംഭവം. മേളിൽ പൊന്ത്, അടിയിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വിട്ട് വിട്ട് കൊടുക്കണം. അപ്പോൾ 2 പേര് ചേർന്നാണ് വിടുന്നത്. ഈ 2 പേര് നോക്കണ്ട. അത് കഴിഞ്ഞ് ഇവരെ കൈ അടക്കുമ്പോൾ അടുത്ത 2 പേര് അങ്ങനെ 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 ഓരോരുത്തരും മാറി മാറിയാണ് ഈ വലയും കാര്യങ്ങളും വിടണത്. അത് കൂടാതെ തന്നെ ഒരു സംഭവം ഉണ്ട്. ഈ ഒരു ഐറ്റം, ഇതിലൊരു ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റിൻ്റെ കൂടെ നമ്മളൊരു റാഡർ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അത് വലിയ കപ്പൽ, ബോട്ട് അതൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ വല ഇട്ടിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റാഡറും അതുപോലെ തന്നെ ഒരു ലൈറ്റൊക്കെ അതിൽ ഘടിപ്പിച്ചേക്കണം. അങ്ങനെ ആ ഒരു പൊന്തും കൂടി നമ്മളങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. നമ്മളല്ല, അവർ അതങ്ങ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇത് നീട്ടണം എന്ന് പറഞ്ഞാൽ കുറേ ദൂരെ നീട്ടും. ഏകദേശം ഒരു 6-7 ടൺ വലയുണ്ടെന്ന് പറയുമ്പോൾ എന്തോരം നീട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് കണക്ക് കൂട്ടാനോട് പറ്റില്ല. അത്രയും നീട്ടം വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വല ഇങ്ങനെ നീട്ടി 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 ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്താണ് തെരണ്ടിയും സ്രാവും എല്ലാം. എന്തൊക്കെ കയറി ഓലക്കൊടിയനൊക്കെ കയറിയാലും ഈ വല ഒരിക്കലും പൊട്ടിച്ചു പോകില്ല. പൊട്ടിച്ചു പോകാൻ പറ്റില്ല, കാരണം അത്രയും കട്ടിയുള്ള വലയുമാണ്. ഇതുമേ ചുറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ മീൻ അങ്ങോട്ട് വലയിൽ അങ്ങോട്ട് പൊതിഞ്ഞു പോകും. അങ്ങനെ വലതെ ഓരോരുത്തർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് കണ്ട ലൈറ്റും കാര്യങ്ങളും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. കണ്ട ആ ഓരോ ഗ്യാപ്പ് അനുസരിച്ച്, ദൂരം അനുസരിച്ച് ഓരോ ഗ്യാപ്പിലും ഓരോ ലൈറ്റും ആ റാഡറാണ് സൈഡിൽ അടിയിൽ ഘടിപ്പിച്ചേക്കണം. അതും കൂടി ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ട വല ഇങ്ങനെ പയ്യെ പയ്യെ ഒഴുകി ഒഴുകി പോവുകയാണ്. പിന്നെ ഇതൊരു മരബോട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോയിലൊക്കെ പോകുള്ളൂ. വലിയ സ്പീഡിലൊന്നും ഇത് പോകാൻ പറ്റില്ല. പഴയകാല ഒരു ബോട്ടാണിത്. കൂടുതലും തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ബോട്ടൊക്കെയാണ്, ഫൈബർ ബോട്ട്, അതുപോലെ മരബോട്ട്, അതൊക്കെയാണ് ഉള്ളത്. നമ്മുടെ പോലത്തെ ഇരുമ്പ് ബോട്ടൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടാ. അങ്ങനെ അവസാനം വരുമ്പോൾ അതുമേലൊരു തെല്ലുണ്ട്. ഓരോ വലയുടെ അവസാനം വരുമ്പോൾ ഒരു മുറി ഭാഗത്ത് ഞാൻ ഇടക്കിടക്ക് അങ്ങനെ പറഞ്ഞു പോട്ടാ, അവർ ഇത് കെട്ടും, ഒരു 2 ജഗ് കെട്ടിടും. അത് അവസാനം തീരുമ്പോൾ ആ ജഗ്ഗും കാര്യങ്ങളൊക്കെ കെട്ടിടണം കേട്ടാ. ஏன்னா நாங்க போகணும் இங்க காலைக்கு நைட்டுக்கு மட்டும் நாங்க போங்க, மதியத்துக்கு போக மாட்டோம்ல. இவருக்கு பசி தான் முடியாது. அடுத்த சோறு பக்கம் போவோம். அப்போ அதையும் என்ன எல்லாத்தையும் இருக்கணும். சுப்பிரமணியன் டான் கொண்டு போனாங்க. വലകളെല്ലാം പയ്യെ പയ്യെ ഇട്ടിട്ട് കണ്ട ഒരു സൈഡ് മേളിലത്തെയും 2 സൈഡിലും തീർന്ന് ഇനി ഒരു അറക്കുള്ളിൽ വലയുണ്ട് കണ്ട. ആ ഒരു അറയുടെ ഈ കാണുന്നത് ഇത് മൊത്തം അടിയിൽ നിറച്ച് വലയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഒരു 6-7 ടൺ വല ഉണ്ടാവുമെന്ന്. കാരണം അത്രത്തോളം വലയും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവസാനം തന്നെയാണ് ആ ജഗ് ഓരോ മുറി ഭാഗമാണ് ആ ജഗ് സൂചിപ്പിക്കണം കേട്ടാ.
അങ്ങനെ പൊക്കിയിട്ടുള്ളൂ. കാരണം ഈ ജഗ് ഇടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വല നിറച്ച് ഇങ്ങനെ മീനങ്ങട് കേരയും അതുപോലെ ചൂരൊക്കെ നമ്മുടെ കൂടുതലൊക്കെ നിറച്ച് വലയും നിറച്ച് കുത്തി കഴിഞ്ഞാൽ വല അമിഞ്ഞ് നിറച്ചായി കഴിഞ്ഞാൽ ഇത് അടിയിലോട്ട് മുങ്ങിപ്പോവും, വല മൊത്തമായിട്ട് മുങ്ങിപ്പോവും. അല്ലെങ്കിൽ വലിയ മീനൊക്കെ വലയെ കുടി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് മുങ്ങിപ്പോവും. അപ്പോൾ അത് മുങ്ങിപ്പോയാലും വീണ്ടും പൊങ്ങി വരാൻ വേണ്ടിയാണ് ആ ജഗ്. ചില സ്ഥലങ്ങളിൽ വലിയ ജഗ്, 2 ജഗ്, 1 ജഗ് അങ്ങനത്തെ രീതിയിൽ അവർ ഇട്ട് കൊടുക്കണം. ഞാൻ ചോദിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞത് ഈ ജഗ് എന്തിനാന്ന് ചോദിച്ചപ്പോൾ മീൻ മൊത്തമായിട്ട് വലക്കുള്ളിൽ ടൺ കണക്കിന് വല്ല ഭാരമന വലിയ തെരണ്ടിയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കയറി കഴിഞ്ഞാൽ വല മുങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജഗ് 2 ജഗ് 3 ജഗ്ഗൊക്കെ ആയിട്ടൊക്കെ കെട്ടി കൊടുക്കണേന്ന് പറഞ്ഞു. അങ്ങനെ ജഗ്ഗും കാര്യങ്ങളൊക്കെ നേരെ ഇട്ട് കൊടുക്കേണ്ട. ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള കിടിലൻ കാഴ്ചകളൊക്കെ ഇനിയും വരുന്നുണ്ട്. നല്ല കാറ്റും മഴയും കോളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്നും ഇവർ വല പിടിച്ച് തരുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കിടിലൻ കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ടൊക്കെ പോവാം. പയ്യെ കഴിഞ്ഞ് അടുത്ത ആളെത്തി. ഞാൻ പറഞ്ഞല്ല, ഓരോരുത്തരും മാറി നമ്മുടെ കല്ലിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രത്തോളം ആയി, ഇനിയും ഉണ്ട് വല അടിയിലോട്ട്. അങ്ങനെ ഞാൻ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടി കട്ട് ചെയ്താണ് ഓരോ വിഷ്വൽസ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നത്. അങ്ങനെ സമയം ഒരു വൈകുന്നേരമൊക്കെ നമ്മുടെ വല വിട്ട് തീർന്നിട്ടില്ല, ഇനിയും വലയുണ്ട്. കണ്ടോ എന്തോരം വലയാണെന്ന് നോക്കിയേ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ടാവും. ഞാൻ 6-7 ടൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഇവ എന്ത് തള്ളയാണെന്നൊക്കെ തോന്നും. കാരണം നമ്മൾ നോട്ടത്തിൽ കുറച്ച് വല മാത്രമേ കാണുന്നത്, പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് നിറച്ച് വലയാണ്. അങ്ങനെ ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ അടുത്തോളം ആയി. പയ്യെ ഒന്ന് വെട്ടമൊക്കെ ഒന്ന് അങ്ങോട്ട് ഇരുണ്ട് ലൈറ്റൊക്കെ ഇട്ട് എന്നിട്ടും നമ്മുടെ വല തീർന്നിട്ടില്ല. അത്രത്തോളം വലയുണ്ടതിൻ്റെ ഉള്ളിൽ. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്ര അധികം വലയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം അങ്ങോട്ട് വിശ്വാസമായില്ല. ഞാൻ വന്ന് കയറിയപ്പോൾ കുറച്ച് വല കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവസാനത്തെ വലയുടെ അറ്റത്ത് ഒരു ലൈറ്റും കൂടി കൊടുത്തങ്ങാട് ഇട്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ അടുക്കള. കുഞ്ഞടുക്കളയാണ്. സാധാരണ ഞാൻ ബോട്ടിലൊക്കെ വീഡിയോ ഒക്കെ നിങ്ങളോട് കാണിക്കുമ്പോൾ വലിയ അടുക്കളയും കാര്യങ്ങളും 2 പേര് 3 പേർക്കൊക്കെ നിൽക്കാൻ പറ്റും, 3 അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ഇവിടെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞടുക്കളകൾ. അതിലെ മുട്ട വറുക്കുകയാണ്. പിന്നെ അതേ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സമയവും ചോറാണ്. ചപ്പാത്തി പൊറോട്ട അങ്ങനെയൊക്കെ ഒന്നും കിട്ടൂല. ചോറിൻ്റെ കൂടെ മീൻകറി ഉണ്ട്, മീൻകറി പിന്നെ സാമ്പാറൊക്കെ ഉണ്ട്. ഞാൻ സാമ്പാറും പിന്നെ അതേ മുട്ട വറുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ചോറ് നമുക്ക് പിടിക്കൂല കേട്ടോ, എൻ്റെ വയറ്റിലൊന്നും പിടിച്ചില്ല. പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എൻ്റെ സ്റ്റോറി കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും. എനിക്ക് വയ്യാണ്ടൊക്കെ. അപ്പോൾ അതെ ഞാനിപ്പോൾ കഴിക്കണുണ്ട്. ഇപ്പോൾ കഴിക്കണം നോക്കണ്ട, എനിക്ക് പിന്നീട് അങ്ങോട്ട് പറ്റിയില്ല. വയറിന് ഗ്യാസൊക്കെ ഞാൻ ആകെ അവശതയായി പോയി. അപ്പോൾ ഇപ്പോൾ മുട്ട വറുത്തും ചോറൊക്കെ സാമ്പാറൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കാൻ സമയമായി. നമ്മുടെ വല പിടിക്കുന്ന ടൈമായിട്ടാണ്. രാത്രി ഒരു ഏകദേശം ഒരു 11 മണി 11:30 വല പിടിക്കാൻ തുടങ്ങി. നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ്. മഴ ഉണ്ടായിരുന്നില്ല, ഭയങ്കര കടലും. ഇപ്പോൾ ഒന്നും പൊട്ടിപ്പോയ കടല വേണ്ട, അതുപോലത്തെ വലിയ വലിയ തിരമാലകൾ വരണതേ. നോക്കി അവരിപ്പോൾ തെറിച്ച് വീണാണ്. ആ ഒരു രീതിയിൽ നിന്ന് അവർക്ക് നിന്ന് ശീലമായിട്ടാ അവരത് പിടിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ് ഇനി നിങ്ങളോട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകണേട്ടാ. ഒരു അടിപൊളി കാഴ്ചയാണ്, നീ കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. 1 2 3 കൂടുതലൊക്കെ കിടപ്പുണ്ട്. ഇനി ഓരോ മീനുകൾ അവർ അഴിക്കണ ഒരു കാഴ്ചയൊക്കെ ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ ദിവസം നമ്മൾ വലയിട്ടിട്ട് സത്യം പറഞ്ഞാണ്ടല്ലോ മീനൊന്നും കിട്ടിയില്ല. ഭയങ്കര കഷ്ടപ്പാടാണ്ട് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇത്രയും വല നമ്മൾ ഇറക്കി വിട്ടിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ. 1 ഒരു 3-4 മീൻ മാത്രം കിട്ടുള്ളത്. വലിയ കാണിക്കാനും ഭംഗിയില്ല. അങ്ങനെ നമ്മൾ രണ്ടാം ദിവസം ഇവിടെ ബിരിയാണിയും കാര്യങ്ങളും വെക്കുകയാണ്. ആ കിട്ടിയ മീനും കൊണ്ട് അല്ലട്ടാ നമ്മൾ മീൻ ബിരിയാണി അല്ല വെക്കാൻ പോകുന്നത്. സാധാരണ ബോട്ടിൽ മീൻ ബിരിയാണിയാണ്. ഇവിടുത്തെ ചിക്കനും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വെക്കാൻ പോകുന്നത്. പക്ഷേ വിഷമിക്കേണ്ട, വീഡിയോയുടെ അവസാനം നല്ല അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് കാട്ടിത്തരാം. നല്ല അടിപൊളി മീനൊക്കെ കിട്ടുന്നത്. ഇവരിങ്ങനെ പയ്യെ ഓരോ സ്ഥലത്തോട്ടും വലയിട്ട് അവസാനം മീനുള്ളോടത്ത് എത്തും. ഇന്നലത്തെ വലയിൽ നമുക്ക് സംഭവിച്ചത് വല കുറെ പിരിഞ്ഞു പോയി. കടൽ ഭയങ്കര കൂടുതലായതുകൊണ്ട് വല നിവർന്ന് കിടന്നില്ല. വല മൊത്തോട്ട് ചുരുണ്ടുപോയി. അതുകൊണ്ട് ചുരുണ്ടു വന്നുകൊണ്ട് വല കുറെ പൊട്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പം രാത്രിയോളം വെളുക്കോളം ഇവർ വല പിടിച്ച് കഴിഞ്ഞിട്ടും അതിലൊന്നും കിട്ടിയില്ല. വീണ്ടും അവർ പരിശ്രമം നിർത്തണില്ല. വീണ്ടും ആ വല പിരിച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റി വല നിവർത്തി വീണ്ടും വലയിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി ചിക്കനും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിക്സിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ല രീതിയിൽ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ കീഴിലൊരു ബിരിയാണി റെഡിയാക്കുന്ന കാഴ്ച ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരാം കേട്ടോ.
ഓരോ നാട്ടിലും ഓരോ കാര്യങ്ങളും ചെയ്യണത് വ്യത്യസ്തമായിരിക്കും. ബോട്ടിലായാലും നമ്മൾ കറി വെക്കണ കാര്യങ്ങളിലായാലും. അപ്പോൾ ഇവർ ചെയ്യണത് നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി ബിരിയാണിക്ക് ചിലവർ വറുത്തിട്ട് വെക്കും, അല്ലെങ്കിൽ വേറെ രീതിയിൽ കറിയായിട്ട് വെക്കും. ഇവരും ആ രീതിയാണെങ്കിലും കുറച്ച് വ്യത്യസ്തപ്പെട്ട രീതിയിലാണ് ഇവരുടെ കറിവെപ്പും കാര്യങ്ങളൊക്കെ കേട്ടാ. അപ്പോൾ അതേ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളകൊക്കെ എല്ലാം തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ആ കുക്കറിലോട്ട് ഇട്ടേക്കേണ്ട. ഇനി കുക്കറിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ടാണ് തോന്നുന്നു ഇവർ പൊടിക്കൂട്ടും കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോണേട്ടാ. അപ്പം ഇനി ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ട് കാട്ടിത്തരാം. നേരെ നല്ല രീതിയിൽ കഴുകിയ ചിക്കൻ ഉണ്ട്. അപ്പോൾ 2 പ്ലേറ്റ് ചിക്കൻ കഴിയിട്ടുണ്ടായി. പക്ഷെ 1 പ്ലേറ്റ് മാത്രമാണ് ഇടുന്നത്. ഈ ഒരു ചിക്കനിലിട്ട് അവർ റൈസൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ഒരു ബിരിയാണി റെഡിയാക്കി എടുക്കും. റൈസ് എല്ലാം കൂടി ഇട്ട് റെഡിയാക്കും. ബാക്കി കുറച്ച് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടി മാത്രമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കഷ്ണത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് മാറ്റി വെക്കും. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. ശരിക്കും അങ്ങാട് നല്ല അടിക്കൊക്കെ ഒന്നും പിടിക്കാത്ത രീതിയിൽ ശരിക്കും മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചതും ചതച്ച് വെച്ചതുമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ അടിച്ചു വെച്ച നമ്മുടെ തേങ്ങ, അതൊക്കെ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതെല്ലാം ചേർത്തിട്ട് ഇതേ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുന്ന ഒരു കാഴ്ച കേട്ടാ. ബിരിയാണി മസാല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനൊന്നും കൂടി പറയാം. ഏത് സമയവും ഇവിടെ കാറ്റാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിലും ഇടയ്ക്ക് കാറ്റിറപ്പ് വെക്കണം. കടലിറപ്പിനേക്കാളും കൂടുതൽ കാറ്റാണ് ഇവിടെ. എല്ലാ സമയവും കാറ്റുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണേ. ഏകദേശം ഒരു 50% 60% നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിനകത്തോട്ട് ഇനി മല്ലിയിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇനി കുക്കറിട്ട് നല്ല രീതിയിൽ റൈസ് അങ്ങോട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവേണ്ട. ഇനി കച്ചമ്പർ അഥവാ നമ്മുടെ സലാഡ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി സവാളയും കാര്യങ്ങളൊക്കെ കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ തട്ടിയിട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. തൈരും കാര്യങ്ങളും നമ്മൾ സ്റ്റോർ റൂമിലാണ് വെച്ചേക്കണത്. അപ്പോൾ അവിടെ നിന്ന് തൈരും കാര്യങ്ങളും എടുത്തു കൊണ്ടുവന്ന് നേരെ ഇതിനകത്തോട് കൊട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനെ ജീവ കുടിക്ക് ജീവ நல்ல குழுகுலுன்னு இருக்குமா அப்படியே பிரியாணிக்கு நல்லா இருக்கும். ഈഗിൾ പുളിക്ക് അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡിയായി. കുക്കറിൻ്റെ വിസലൊക്കെ വന്ന് നല്ല രീതിയിൽ വിസലടിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എക്സ്ട്രാ ഒരു ഗ്രേവി റെഡിയാക്കി കൊടുത്തത്. അത് കുറച്ച് കഷ്ണമൊക്കെ എടുത്ത് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ ഈ ഒരു അടുക്കള ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞടുക്കളയാണ്. ഒരാൾക്ക് ഇരിക്കാനും എനിക്കാണെങ്കിൽ വീഡിയോയും കാര്യങ്ങളും പിടിക്കാൻ പോലും ഒരു ഗ്യാപ്പില്ല. ഞാൻ അറ്റത്ത് നിന്നിട്ട് കൈ എത്തിച്ചാണ് എടുക്കണത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ബോട്ടിൽ തന്നെ ആയിരിക്കുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എനിക്കൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ബോട്ടിലും കയറി ഇങ്ങനത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കണത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ ഒരു സമയം ബോട്ട് ട്രോളിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇവരുടെ കൂടെ പോയതട്ടാ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കൊക്കെ പിടിക്കാണ്ട് നല്ലപോലെ ഇളക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇവരുടെ ഫുഡും ഇവരുടെ കറിയും കാര്യങ്ങളൊക്കെ ചോറായാലും നമുക്ക് എന്താ പറയുക, നമ്മൾ പുതിയതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവരുടെ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയറിന് പറ്റിയെന്ന് വരൂല കേട്ടോ. അത്
അങ്ങനെ ഈ സമയം നമ്മുടെ ചിക്കൻ കറി നല്ല രീതിയിൽ റെഡിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിരിയാണിൻ്റെ കാര്യങ്ങൾ അപ്പുറം നോക്കണം കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ടയർ വെച്ചിട്ട് എന്താ വെക്കണേന്ന് വെച്ചാൽ ഇവിടെ ടയറും കാര്യങ്ങളും വെച്ചില്ലെങ്കിൽ എല്ലാം മറിഞ്ഞു പോകും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല കടലാണ്. അത് ഉച്ചക്കായാലും വൈകുന്നേരം ആയാലും രാത്രി ആയാലും എപ്പോഴും കടലിലൊരു കുറവില്ല. രാത്രി ആകുമ്പോൾ ഇത്രയും കൂടി കടൽ കൂടും കേട്ടോ. അങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡി ആയി നല്ല ചൂട് ഇങ്ങനെ പറന്ന് പറക്കുമ്പോൾ ഒരു പ്രത്യേക മണം മൂക്കിലോട്ടൊക്കെ അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ആ ബിരിയാണി വേഗം തന്നെ തട്ടി നമ്മുടെ കലത്തിലോട്ട് മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചത്. ഈ ഒരു കാഴ്ചകളൊന്നുമല്ല നമ്മൾ കാണേണ്ട കാഴ്ചകൾ. മെയിനായിട്ട് ഇവർക്ക് കിട്ടുന്ന മീനുകളുടെ ഒരു അടിപൊളി കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ പോണത്. ഇതൊക്കെ നമ്മളൊരു സൈഡായിട്ട് ഞാൻ നിങ്ങളിലോട്ട് ഫുഡിന് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തന്നത്. അതുപോലെ ഇവിടെ ചിക്കൻ്റെ കറി അഥവാ ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു ഗ്രേവി കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ബിരിയാണിയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ല, കാരണം എനിക്ക് കാലത്തോട്ട് എനിക്കത്തോട്ട് എൻ്റെ വയറിന് ബുദ്ധിമുട്ടുകളായി. വയറിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ കയറിയതുകൊണ്ട് ഇവരെല്ലാവരും ബിരിയാണിയെ കഴിച്ച് ഞാൻ ഒരാൾ മാത്രം പട്ടിണിയാണ്. എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല. ചെറിയ രീതിയിലേക്ക് വയറുവേനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങളിലോട്ട് എത്തിച്ചേരാമെന്ന് കരുതി. അങ്ങനെ അവർ കഴിക്കണം ബിരിയാണിയും സലാഡും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഹാപ്പി ആയിട്ടല്ല, ചെറിയ രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ഓരോരുത്തരും വന്ന് അവർക്ക് ഇഷ്ടാനുസരണം, ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇഷ്ടാനുസരണം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിച്ചൊക്കെ നോക്കിയിട്ട് അവരും അഭിപ്രായങ്ങൾ ഞാൻ അവരോട് പറയാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ബിരിയാണിയൊക്കെ സൂപ്പറാണ്, ചിക്കൻ ആയാലും റൈസ് ആയാലും എല്ലാം അടിപൊളിയാണ്, സലാഡും ഉണ്ട്, സൂപ്പറാണെന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇവരുടെ ഭാഷ തമിഴാണ്. എനിക്ക് എല്ലാം തമിഴ് കൃത്യമായിട്ട് അറിയാമെങ്കിലും ഈ അണ്ണനൊക്കെ കുറച്ച് മലയാളം അറിയാം. അതുപോലെ ഞാൻ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ തമിഴൊക്കെ സംസാരിക്കും. അതുകൊണ്ട് അവരോട് ചെറിയ രീതിയിലൊക്കെ അങ്ങാടും കാര്യങ്ങളൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ഓരോന്നും ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും ചെറിയ രീതിയിലൊക്കെ. അങ്ങനെ ഏകദേശം നല്ല കടൽ കൂടി. ഇപ്പം നമ്മൾ ആദ്യ ദിവസം കണ്ട കടലിനേക്കാളും ഇരട്ടിയായി രണ്ടാം ദിവസം. നല്ല രീതിയിൽ കുഴിപ്പം കടലുകളാണ് ഈ വന്നു പോണത്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും ഞാൻ മാക്സിമം നിങ്ങളോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വൈകുന്നേരം ചായയാണ്. പാല് കൊണ്ടുപോകില്ല, പകരം പാൽപ്പൊടി കൊണ്ടുപോയിട്ടാണ് ഇവർ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണത്. അങ്ങനെ ചായ വൈകുന്നേരം സമയപ്പോൾ എല്ലാവർക്കും ചായ കിട്ടി. ഒരു ഗ്ലാസ് ചായ അത് ഞാനും കുടിച്ച് നോക്കിയിട്ടെ, കാരണം എനിക്ക് വിശന്നിരിക്കുമ്പോൾ ഒരു ചായ നല്ലതായിരിക്കും എന്ന് കരുതി. കാരണം ഇഞ്ചി ചായയാണ്, ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി പാൽ ചായയാണ്, അത് ഞാൻ കുടിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് എനിക്ക് വന്നിട്ടാ. ഇവന് ഈ ബോട്ടിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യനാണ്. ഏകദേശം ഒരു 18 വയസ്സ് ആയിട്ടുണ്ടാവും ടാക്ക്. അപ്പോൾ നമ്മുടെ വല കയറുന്ന സമയത്ത് എനിക്ക് വയറുവേദന തുടങ്ങി. ഞാൻ കിടപ്പിലായിരുന്നു, എനിക്ക് ഒട്ടും തലപൊങ്ങണ്ടായില്ല. എന്നിട്ടും ആ വയറുവേദനയൊക്കെ പിടിച്ച് വെച്ച് ഇത്രയും വന്നതല്ലേ എന്ന് ഓർത്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തുടങ്ങി. അങ്ങനെ വയറുവേദന സമയത്ത് കിടക്കുന്ന സമയത്ത് വലയിൽ കിട്ടിയ ഓലക്കൊടിയനാണ് കണ്ടത്. പക്ഷെ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചില്ല. വല കയറി വരുമ്പോൾ ഓരോ മീനുകളും കിട്ടി തുടങ്ങിയിട്ടാണ്. അങ്ങനെ ആദ്യം മീൻ നമുക്ക് കിട്ടി. ഇനി അങ്ങാട് മൊത്തം മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയ്മീനും ഓലക്കൊടിയനും പരുന്തിയും ഒരു അടിപൊളി കാഴ്ചയാണ്. ഒരിക്കലും മിസ് ചെയ്ത് അവസാനം വരെ കണ്ട് തന്നെ അറിയണം കേട്ടോ. നമ്മുടെ ബോട്ടിൽ തന്നെ ഈ ഒരു വലിപ്പം വരെ നെയ്മീനൊക്കെ കിട്ടണത് തന്നെ വളരെ കുറവാണ്. ഞാൻ ഇതുവരെ കണ്ടില്ല ഇത്രയും വലിപ്പമുള്ള നെയ്മീൻ ബോട്ടിൽ കിട്ടിയുണ്ട്, വളരെ കുറവാണ്. എന്തോ പണ്ടെങ്ങാണ്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിപ്പം കൂടി ഉണ്ടായിരുന്നില്ല. നല്ല അത്യാവശ്യം നല്ല വലിയ നെയ്മീനൊക്കെയാണ്. ഈ നെയ്മീനായാലും വലിയ വലിയ മീനുകളൊക്കെ കൂടുതലും കിട്ടണത് ബോട്ടിൽ കിട്ടില്ല, ഇവരിക്കാണ്ട കിട്ടണത്. പിന്നെ നമുക്ക് കിട്ടും വയ്യാതെ വന്ന മീൻ, അല്ലെങ്കിൽ വല്ല അബദ്ധവശാലൊക്കെ കയറുള്ളൂ നമ്മുടെ ബോട്ടിലൊക്കെ ഇത്രയും വലിപ്പം വന്ന മീനുകളാട്ടാ. അപ്പോൾ ഇത്രയും വലിയൊരു നെയ്മീനാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത്. കഴിഞ്ഞിട്ടില്ല, ഇനി ഇതേ മീനുകൾ കയറി വരണ്ടാ. കഴിഞ്ഞ വലയിൽ കിട്ടിയ ആ മീന് ജീവൻ ഉണ്ടായിരുന്നില്ല. അതെ, ജീവനോടെ കൂടി ഒരു പരുന്തി കിട്ടി. അത്യാവശ്യം നല്ല വലിയ പരുന്തിയാട്ടാ.
പിന്നെ കിട്ടിയത് ഒരു വരയൻ ചൂരയാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ചൂര, ഇതൊന്നും അല്ല കേട്ടാ, ഇതിലും വലുതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചൂരതെ വല ഒടക്കിയിട്ടുണ്ട്, അതിൻ്റെ ചെകിള ഭാഗം അതൊക്കെ റെഡിയാക്കി എടുത്ത്. അപ്പോൾ ആ അണ്ണനാണ് ആ ചൂരിനെ പിടിച്ച് കാണിക്കണേട്ടാ. ഇനിയും നമ്മുടെ വല കയറിക്കൊണ്ടിരിക്കുന്നത്, അടുത്ത എന്താ മീനാണ് കിട്ടുന്നത് നമുക്ക് നോക്കാട്ടാ. പെടക്കണ മീനുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടാ. പിന്നീടുള്ള വലയിലൊക്കെ എല്ലാം പെടക്കണ മീനുകളായി തുടങ്ങിയിട്ടാ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പം ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ എനിക്ക് നല്ല വയറുവേനായി തുടങ്ങി. എങ്കിലും നമ്മുടെ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കണതുകൊണ്ട് നമ്മൾ ആ ഒരു വയറുവേനൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചിട്ട് വീഡിയോയും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പിടിച്ചു തുടങ്ങി. എനിക്കും മനസ്സിലൊരു സന്തോഷമായി. കാരണം ആദ്യത്തെ ദിവസം വല വലിച്ചിട്ട് നമുക്ക് ഒന്നും കിട്ടിയൊന്നുമില്ല, വലുതായിട്ട് കാണിക്കാനുള്ള മീനുകളൊന്നും കിട്ടിയില്ല, മടുത്തുപോയി. പക്ഷെ പിന്നീട് അങ്ങാട് നമുക്ക് ഓരോ മീനുകളൊക്കെ വെച്ച് കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചു, ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ 15 ദിവസം 30 ദിവസമൊക്കെ കിടക്കണം എന്ന് പറയും. ഇത്രയും വലിയ വലയാണെങ്കിൽ പോലും അവർക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ഓരോ വലയിൽ ചിലപ്പോൾ 3, 5, 6 മീൻ കിട്ടും. വലുതും ചെറുതും അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടി എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് അവർക്കൊരു നല്ലൊരു പണിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അവർ 15 ദിവസവും 10 ദിവസവും 30 ദിവസമൊക്കെ കടലിൽ കിടക്കണത്. അപ്പോൾ നല്ല പേട്ട കിടക്കണ മീനാണ് കിട്ടിയത്. നമ്മളിവിടെ പോള മീൻ എന്നൊക്കെയാണ് പറയണത്. ഓരോ നാട്ടിലും മീനുകൾക്ക് ഓരോ പേരാണ്ടാ. അപ്പം നേരത്തെ കിട്ടിയ ഓലക്കോടിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇവിടെ മയിൽ എന്നൊക്കെയാണ് പറയണത്. ഓരോ പേരും പല മീനുകൾക്കും പല നാട്ടിൽ പല രീതിയിലാണ് ഞാൻ പറഞ്ഞില്ലേ. മയിൽ എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഇതാണ്ടാ, പീലി പോലെ തന്നെ ചിറകുണ്ട്. അതിപ്പോൾ അണ്ണന്മാരിപ്പോൾ വിടർത്തി അങ്ങോട്ട് കാണിച്ചിരും കണ്ട, നല്ല പീലി പോലെ അങ്ങോട്ട് നല്ലപോലെ നിൽക്കണം. പിന്നെ ഇതിൻ്റെ കൊമ്പ് അവർ അറുത്ത് കളഞ്ഞ്, നല്ല കൂർത്ത കൊമ്പാണ്. അത് ജീവനോടെ കിട്ടിയാലും ഭയങ്കര അപകടം ആയതുകൊണ്ട് അത് നമ്മൾ അറുത്ത് മാറ്റും. അങ്ങനെ ഓരോ മീനുകളെയും അണ്ണന്മാരെടുത്ത് കാണിക്കാനുണ്ട്. അങ്ങനെ നെയ്മീൻ, അത്യാവശ്യം നല്ല വലിയ നെയ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ ഓരോ പോസ്റ്റ് ഇട്ട് കാണിക്കുകയാണ്. ആള് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. ആൾ വഴിയാണ് ഞാനിവിടെ എത്തിയത്. ആളല്ല, ആളുടെ അണ്ണൻ വഴിയാണ് ഞാനിവിടെ എത്തിയത്. നമ്മുടെ ഇന്ത്യൻ ഓഷൻ ഫിഷർമാൻ വഴിയാണ് ഞാൻ ഇവരുടെ ബോട്ടിലൊക്കെ എത്തിയത്. അങ്ങനെ ഏകദേശം നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ കഴിയാറായി. മീനൊക്കെ എല്ലാം കിട്ടി. ഇത്രത്തോളം മീനും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ വയറുവേനയും കാര്യങ്ങളൊക്കെ കൂടി തുടങ്ങി. എനിക്ക് നല്ല രീതിക്ക് വയറുവേനയുണ്ട്. എനിക്ക് ഒട്ടും നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലായിട്ടാ. അപ്പോൾ ഇത്രയും മീനുകളാണ് നമുക്ക് മെയിനായിട്ട് കിട്ടിയേക്കണത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. അങ്ങനെ വല കയറിക്കൊണ്ട് നമ്മുടെ കള്ളി മൊത്തം നിറഞ്ഞപ്പോൾ ഒരു ചുരുട്ടി കൂട്ടി. അതായത് എന്താ സംഭവം ഒന്നും കൂടി എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നോക്കിയപ്പോഴും വലിയൊരു നെയ്മീൻ ആ വല മൊത്തത്തിൽ അങ്ങോട്ട് ചുരുട്ടി വന്നേക്കണ്. അവനെ പോലും, നെയ്മീൻ കൂട്ടനെ പോലും ആ വലയിൽ കാണാത്ത പോലെ രീതിയിലാണ് ചുരുട്ടി വന്നേക്കണേട്ടാ. അങ്ങനെ അവനങ്ങടെ മാറ്റിയിട്ടുണ്ട്. കാരണം ഇവനിനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 10-30 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് വേണം. കാരണം അത്രയും രീതിയിലാണ് വല മൊത്തമായിട്ട് മറ്റേ എന്താ പറയുക, നമ്മുടെ മമ്മി പോലെയൊക്കെ തന്നെ ചുറ്റി വെക്കൂല, അതുപോലെ അങ്ങോട്ട് വല കൊണ്ട് ഫുള്ളായിട്ട് ഇവൻ അങ്ങോട്ട് ചുറ്റി കൂടി നിൽക്കുകയാണ്. ഇനി ഇവനെ അണ്ണന്മാർ 2 പേരും കൂടി ചേർന്ന് വേഗം വലയും കാര്യങ്ങളൊക്കെ പയ്യെ ഒഴിവാക്കി അവരെ പയ്യെ പുറത്തോട്ടെടുത്ത് അത്യാവശ്യം നേരത്തെ കിട്ടിയോ തന്നെ നല്ല വലിപ്പവും കാര്യങ്ങളും നെയ്മീനാണ്. ഇതുപോലെയൊക്കെ ഒരു 4-5 നെയ്മീനൊക്കെ ഓരോ ദിവസം വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10,000, 12,000 രൂപയൊക്കെ വിളിയും കാര്യങ്ങളൊക്കെ വന്ന നെയ്മീനൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു പണിയാവും. ഒരു 15 ദിവസവും 20 ദിവസം കിടക്കുമ്പോൾ അവർക്ക് അവരുടേതായ പണിയും കാര്യങ്ങളും വരും. കാരണം അത്ര വലിയ ചിലവ് കാശും കാര്യങ്ങളും ഇവരുടെ പണിക്ക് വന്നില്ല. കാരണം ഡീസൽ കത്തൽ കുറവാണ്. പയ്യെ ഓടിക്കണം മരബോട്ടായതുകൊണ്ട് അധികം ഡീസലും കാര്യങ്ങളും കത്തൂല. ഒഴുക്കിനനുസരിച്ച് ഇവർ അങ്ങോട്ട് സഞ്ചരിക്കണം ആൾ. അപ്പം ഇത്രയും മീനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലോട്ട് കിട്ടിയതൊക്കെ കാണിച്ചേക്കണ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും രസകരമായിട്ടുള്ള അടിപൊളി മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നമ്മുടെ ആഗസ്റ്റ് 1 ബോട്ട് കടലിൽ പോകും. ട്രോളിംഗ് നിരോധനം തീരും. അപ്പം കിണ്ണം കാഴ്ച വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഞണ്ടുപിടുത്തം, കൈ കൊണ്ടുള്ള ഞണ്ടുപിടുത്തവും അതുപോലെ തന്നെ വള്ളത്തിൽ ഇനി ചാളപ്പണിയൊക്കെ തുടങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച മുറി വെച്ചുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നിങ്ങളുടെ മുന്നോട്ടേക്ക് എത്തിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ കടൽക്കൊമ്പൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ അടിപൊളി കിടിലം വീഡിയോ ഒക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമായിട്ട് നിങ്ങൾ പറയണം. അപ്പോൾ ഇനി നല്ല അടിപൊളി കിടക്കാൻ വീഡിയോ ഉണ്ട്. ബൈ.